കണ്ണൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള മേൽപ്പാല നിർമ്മാണം അശാസ്ത്രീയമെന്ന വിമർശനമുയരുന്നു. പദ്ധതിയുടെ പ്രായോഗികത സംബന്ധിച്ച വിശദമായ പരിശോധന വേണമെന്ന് ടി.ഒ. മോഹനൻ എം.എൽ.എ. ആവശ്യപ്പെട്ടു. അതേസമയം പദ്ധതി ഒഴിവാക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് CPM വ്യക്തമാക്കി. കണ്ണൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനായാണ് മേലെ ചൊവ്വയിൽ മേൽപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി 50 കോടിയോളം രൂപ ചെലവ് കണക്കാക്കി നിർമ്മാണവും തുടങ്ങി. ഊരാളുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്ത പ്രവൃത്തി അടുത്ത ഫെബ്രുവരിയോടെ പൂർത്തിയാകുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി പാലത്തിന്റെ തൂണുകളുടെ പൈലിങ്ങും സർവീസ് റോഡുകളുടെ നിർമ്മാണവും നടക്കുന്നതിനിടെയാണ് പദ്ധതി സംബന്ധിച്ച് ആശങ്ക ഉയർന്നിരിക്കുന്നത്. പ്രദേശവാസികളും കടയുടമകളും മേൽപ്പാലം അശാസ്ത്രീയമാണെന്ന നിലപാടുന്നയിച്ചതോടെ സ്ഥലം MLA അടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പരിശോധന അനിവാര്യമാണ്. ഒരു പരിശോധനയുമില്ലാതെ ദീർഘവീക്ഷണമില്ലാതെ ചില ആളുകൾ നിർദ്ദേശിച്ചു അത് നടപ്പാക്കുന്നു എന്നതിലപ്പുറം ഈ പദ്ധതിക്ക് ഒരു പ്രാധാന്യം ബന്ധപ്പെട്ട ആളുകൾ ആ സമയത്ത് കണ്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. പ്രായോഗികതയൊന്നും പരിശോധിക്കാതെയാണ് പദ്ധതിയുമായി അധികൃതർ മുന്നോട്ടു പോയതെന്ന വിമർശനമുണ്ട്. പ്രായോഗികമായ പരിഹാരങ്ങൾ നടപ്പാക്കി മുന്നോട്ടു പോകാനുള്ള സാധ്യതയാണ് പരിശോധിക്കപ്പെടേണ്ടതെന്നും MLA വ്യക്തമാക്കി. അതേസമയം പദ്ധതിക്കെതിരായ നീക്കം ദുരൂഹമാണെന്നാണ് CPMന്റെ വാദം. 40% പണി പൂർത്തിയായ ഘട്ടത്തിൽ നിർമ്മാണം നിർത്തിവെക്കാൻ ശ്രമിച്ചാൽ ചെറുക്കുമെന്ന് DYFIയും വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.